കൊച്ചി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് ആലുവ അമ്പാട്ടുകാവ് NSS ഹാളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കടുത്ത വേനലിലും ജനങ്ങൾ ആവേശത്തോടെ വോട്ട് ചെയ്യാനെത്തുന്നത് മാറ്റത്തിനായുള്ള ആഗ്രഹമാണെന്നും കൊച്ചിയിൽ UDF ചരിത്ര വിജയം നേടുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട്. കേരളം കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കവെ കൊച്ചി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും എറണാകുളം DCC പ്രസിഡന്റുമായ മുഹമ്മദ് ഷിയാസ് വോട്ട് രേഖപ്പെടുത്തി. ആലുവ അമ്പാട്ടുകാവ് NSS ഹാളിലാണ് അദ്ദേഹം തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. രാവിലെ തന്നെ കുടുംബത്തോടൊപ്പം ബൂത്തിലെത്തിയ അദ്ദേഹം വോട്ടർമാരുമായി സൗഹൃദം പങ്കിട്ട ശേഷമാണ് പോളിംഗ് നടപടികളിലേക്ക് കടന്നത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തിറങ്ങിയ അദ്ദേഹം മണ്ഡലത്തിലെ UDFന്റെ വിജയ സാധ്യതയിൽ പൂർണ്ണ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സാധാരണക്കാരുടെയും തീരദേശവാസികളുടെയും പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയാണ് കൊച്ചിക്കാർ ആഗ്രഹിക്കുന്നതെന്നും UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസമെന്നും മുഹമ്മദ് ഷിയാസ് മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഭാഷയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയിലും അദ്ദേഹത്തിന്റെ സമീപനത്തിലുമൊക്കെ ഒരു ഏകാധിപതിയുടെ ഭാഷയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊച്ചി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 10 വർഷക്കാലം ഈ നാടിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി കുടിവെള്ളം പോലും 10,000-കണക്കിന് ആളുകൾക്ക് ലഭ്യമല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ നീതിപൂർവമല്ലാത്ത പ്രവർത്തനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മനുഷ്യത്വം നിറഞ്ഞ ഒരു പ്രവർത്തനം പോലും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് കൊച്ചിക്കാർക്ക് ഉണ്ടായിട്ടില്ല. ഒരുവെള്ള ഭീഷണിയും കടലാക്രമണവും തീരദേശ ഹൈവേയുമായിട്ടുള്ള ആശങ്കകളും ടൂറിസത്തിലെ തകർച്ചകളും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഇല്ലാത്ത കാര്യത്തിലും നമ്മുടെ ആശുപത്രികളുടെ ശോചനീയാവസ്ഥയും ഒക്കെ ഇന്ന് ഈ നാടിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളാണ്. ജനം ഓരോ ദിവസവും ബന്ധപ്പെട്ട് പോകുന്ന ജനങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അവർക്കൊരു അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഈ മേഖലകളിലൊക്കെ അവർക്ക് തീരാ നഷ്ടം മാത്രമാണ്. ആ ദുഃഖം നികത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തിന് വിനിയോഗമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. UDF ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക്. പോളിംഗ് സ്റ്റേഷനിലുടനീളം രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ സജീവമായ പങ്കാളിത്തമാണ് ദൃശ്യമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.